ഫോക്കസ് ഏരിയയിൽ അടുത്ത ക്വസ്റ്റ്യൻ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ അരിതമെറ്റിക് സീക്വൻസ്. നമ്മളൊരു അരിതമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? 5, 9, 13 എക്സെട്ര. ഇങ്ങനെ പോകുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്താൽ അതിലുള്ള 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്താണ്? അപ്പൊ അതിൽ ഒന്നാമത്തെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതുക? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും പദങ്ങൾ തൊട്ടടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പദത്തിൽ നിന്ന്, അത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി. അപ്പൊ 9 5 മൈനസ് ചെയ്താൽ 4 ആൻസർ കിട്ടും. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി എന്താണ്? അതില് ബി എന്ന് പറഞ്ഞത് വാട്ട് ഈസ് ഇറ്റ്സ് ആൾജിബ്രിക് ഫോം? ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞത് ജനറൽ ടേം ആണ്. ജനറൽ ടേം എക്സ് എൻ കാണാനുള്ള ഫോർമുല എന്താ? എക്സ് എൻ ഈക്വൽ ടു x1 പ്ലസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം a1 എന്ന് വേണമെങ്കിലും എഴുതാം. x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ജനറൽ ടേം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് n ആയിരിക്കും. n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് കൊടുത്താൽ xn ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഈ തന്ന സീക്വൻസിലെ അരിതമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 5 ആണ്. പ്ലസ് n മൈനസ് 1 എന്നുള്ളത് ജനറൽ ടേം ആയതുകൊണ്ട് n മൈനസ് 1 തന്നെ ഉണ്ടാവും. എന്ന് നമുക്കറിയില്ല. n മൈനസ് 1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് ഇപ്പൊ കിട്ടിയത് എന്താണ്? 4 എന്നാണ് കിട്ടിയത് അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? 5 പ്ലസ് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? ഈ 4നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയാണ്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലെ എല്ലാ ടേമുകളെ കൊണ്ടും ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 ഇൻറ്റു n 4n, 4 ഇൻറ്റു n 4n, 4 ഇൻറ്റു മൈനസ് 1, 4 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞത് മൈനസ് 4. അപ്പൊ നമ്മൾ ഒരു വേരിയബിൾ ഉള്ള ടേംസ് എഴുതുമ്പോൾ എന്താ എഴുതുക? വേരിയബിൾ വരുന്ന ടേംസിനെയാണ് ആദ്യം എഴുതുക. അപ്പൊ xn ഈക്വൽ ടു, ഇവിടെ വേരിയബിൾ വരുന്ന ടേം ഏതാണ്? 4n ആണ് അല്ലെ? 4n. പിന്നെ നമ്പർ ഏതാ വരുന്നത്? 5ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ പോസിറ്റീവ് 1. 4n പ്ലസ് 1. അപ്പൊ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും ആയി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 101 ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസില് 101 എന്ന് പറഞ്ഞത് ഏത് പൊസിഷനിലാണുള്ളത്? അത് ഫസ്റ്റ് ടേം ആണോ, സെക്കൻഡ് ടേം, തേർഡ് ടേം, അതിലെ ഏത് പൊസിഷനിലാണ് 101 വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് പൊസിഷനാണെന്ന് ഇപ്പൊ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്തെടുത്തു? nth പൊസിഷനിലാണ് ആ നമ്പർ എടുത്തു. എന്നിട്ട് എന്നിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പൊ xn ആണ് nth പൊസിഷനിൽ നിൽക്കുന്ന ലാസ്റ്റ് ടേം ആണ് എന്ത്? 101. 101 എന്ന് പറഞ്ഞത് അതിലെ ലാസ്റ്റ് ടേം ആയിട്ട് എടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ xn എന്ന് പറഞ്ഞത്? x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് xn. ആ xn ആണ് എന്ത്? 101 ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. 101 ആയിട്ട് എടുത്തത്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ നമുക്ക് എന്ത് പറയാം? അടുത്ത സ്റ്റെപ്പില് x1 ഇപ്പൊ ഇതിൽ അറിയാം. നമുക്ക് ഓൾറെഡി x1 അറിയാലോ. x1 എത്രയാണ്? ഈ സീക്വൻസിലെ 5 ആണ് അല്ലെ? 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എഴുതാനുണ്ട് അല്ലെ? ഡി എന്ന് പറഞ്ഞത് എത്രയായിരുന്നു? കോമൺ ഡിഫറൻസ് കിട്ടിയത് 4. ആ 4 ഇവിടെ എഴുതിയിട്ടില്ല. 4. അപ്പൊ 4 കൊണ്ട് n മൾട്ടിപ്ലൈ ചെയ്താൽ 4n. അതേപോലെ n കൊണ്ട് മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 4 ഈസ് ഈക്വൽ ടു 101. ഈക്വൽ ടു 101. അപ്പൊ ഇതിലെ 4n നമുക്ക് ആദ്യം ഇതാ. 4n 5 മൈനസ് 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് കിട്ടിയ nth ടൈം തന്നെ 4n പ്ലസ് 1 ഈക്വൽ ടു 101 എന്നെടുത്തു. 101. അപ്പൊ 4n എന്താ വരിക? 4n ഈക്വൽ ടു
ഈ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് 1 റൈറ്റ് സൈഡിലേക്ക് പോയാൽ അതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് നെഗറ്റീവ് 1 എന്ന് വരും. +1 എന്നുള്ളത് എന്തായി മാറും? -1 എന്നാവും അല്ലെ. 101 എന്ന് 1 മൈനസ് ചെയ്താൽ 100 എന്ന് കിട്ടും, ഈക്വൽ ടു 100. ഇത് 4n ആണ്. അപ്പൊ n എന്തായിരിക്കും വരിക? n ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 4. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് റിഡ്യൂസ് ചെയ്യാം. 10ൽ 10ഉം 4ഉം 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എന്ന് വരും. 10ൽ 2 5 ടൈംസ് പോവും, പിന്നെ ഒരു 0 ബാലൻസ് ഉണ്ട്, 50 എന്ന് വരും അല്ലെ. 50/2. 50ന്റെ ഹാഫ് എന്ന് പറഞ്ഞത് എത്രയാണ്? 25. അപ്പൊ n ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? n ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ 25 ഫിഫ്ത്ത് 25ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ടേം ആണ് ഈ സീക്വൻസിലെ 101 എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ അരിതമെറ്റിക് സീക്വൻസ് 8, 13, 18 എക്സെട്ര. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പൊ ഇതിലെ കോമൺ ഡിഫറൻസ് എന്താ വരിക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യല് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 13 മൈനസ് 8. 13 മൈനസ് 8. 13 8 മൈനസ് ചെയ്താൽ 5 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അപ്പൊ അതിന്റെ ആൻസർ കഴിഞ്ഞു. ബി എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ആൾജിബ്രിക് ഫോം? ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞത് xn ആണ്. xn nth ടേം. nth ടേം കാണാനുള്ള ഫോർമുല എന്താണ്? x1 plus n-1 into d. n-1 into d. അപ്പൊ ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? x1 നമുക്കറിയാം. x1 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 8 ആണ്. പ്ലസ് n-1 ജനറൽ ടേമിൽ n അറിയാത്തതുകൊണ്ട് n-1 തന്നെയാണ്. കോമൺ ഡിഫറൻസ് നമുക്കറിയാം, ഇൻറ്റു 5 ആണെന്ന് അറിയാം. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെ വരിക? 8 പ്ലസ് ഈ 5നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 5നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5n. ഇനി 5നെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ -1 into 5 -5. അപ്പൊ ഇതിലെ വേരിയബിൾ xn ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും? xn ഈക്വൽ ടു വേരിയബിൾ ഉള്ള ടേംസ് ആദ്യം എഴുതിയാൽ 5n. പിന്നെ 8 ന്ന് 5 മൈനസ് ചെയ്താൽ 3. 5n plus 3 എന്ന് കിട്ടും. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനുമായി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ? സി എന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 203 ഇൻ ദിസ് സീക്വൻസ്. അപ്പൊ ഈ 203 നമ്മൾ എന്തായിട്ട് എടുക്കുക? xn ആയിട്ട് എടുക്കുക. xn ഈക്വൽ ടു 203. ഒന്നുകിൽ നമുക്ക് ഈ xn ഇവിടെ ഉണ്ട് 5n plus 3 എന്ന് പറഞ്ഞത്, അത് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് 203 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. എന്താ xn എന്ന് പറഞ്ഞാൽ x1 പ്ലസ് n-1 into d. n-1 into d. x1 plus n-1 into d. ഒന്ന് പ്രാക്ടീസ് ചെയ്യാന്നുള്ള നിലക്കാണ് വീണ്ടും ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ xnന്റെ വാല്യൂ 5n plus 3 equal to 203 എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് വീണ്ടും ചെയ്യുന്നത്. x1 plus n-1 into d ആണ് എന്ത്? 203 ആയിട്ട് നമ്മളിപ്പോ സെലക്ട് ചെയ്തത്. nth ടേം ആയിട്ട് എടുത്തു. അപ്പൊ അതെങ്ങനെ വരിക? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x1 നമുക്ക് അറിയാവുന്ന കാര്യമാണ്. x1 എന്താണ്? ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് 8 ആണ്. 8 പ്ലസ് n-1 എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. n-1 അതേപോലെ തന്നെ ഉണ്ട്. n-1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് കിട്ടിയത് എത്രയാണ്? 5 ആണ് കിട്ടിയത്. കോമൺ ഡിഫറൻസ് കിട്ടിയത് 5 ആണ്. ഇൻറ്റു ഡി ഈക്വൽ ടു 203 എന്ന് കിട്ടി. അപ്പോൾ ഇതില് എങ്ങനെ വരിക? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 8 പ്ലസ് 5നെ n8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
5n. 5നെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5 ഈസ് ഈക്വൽ ടു 203. 203. അപ്പൊ ഇതില് നമുക്ക് എന്ത് ചെയ്താ 5n ആദ്യം ചെയ്താ 5n. പിന്നെന്താണ് 8ന്ന് 5 മൈനസ് ചെയ്താൽ +3 ആണ് ഉണ്ടാവുക. +3 ഈക്വൽ ടു 203. 203. നമുക്ക് n ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ 5n ഞാൻ ഇവിടെ നിർത്തിയാൽ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള +3 റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ -3 എന്നായി മാറും. അപ്പൊ 203 - 3 ഈക്വൽ ടു 200 എന്നാണ് വരിക ആൻസർ. 200. അത് 5n വാല്യൂ ആണ്. അപ്പൊ n വാല്യൂ എന്താ കിട്ടുക? n ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 5. കാരണം 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്, അത് ഡിവൈഡ് ചെയ്യാനാക്കി. ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ 5ല് 5 1 ടൈം, 20ല് 4 ടൈംസ്, പിന്നെ ഒരു 0 ഇവിടെ എക്സ്ട്രാ ഉണ്ട്, ആ 0 ഇട്ട് കൊടുത്തു. അപ്പൊ n ഈക്വൽ ടു എത്രയെന്ന് വന്നു? n ഈക്വൽ ടു 40 എന്ന് കിട്ടി. 40/1 എന്ന് പറഞ്ഞത് 40. അപ്പൊ 40 നമ്പർ 40ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നമ്പർ ആണ് എന്ത്? 203 എന്ന് പറയുന്ന നമ്പർ. 40. n ഈക്വൽ ടു 40 നമുക്ക് കിട്ടി. ഞാൻ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ 23rd ക്വസ്റ്റ്യൻ. 23. കൺസിഡർ ദ അരിതമെറ്റിക് സീക്വൻസ് 4, 10, 16 etc. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇതിലെ കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം നമുക്ക് എന്താ കിട്ടുക? 6 എന്ന് വരും അല്ലെ? കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 6 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി 6 ആണ്. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ഇറ്റ്സ് ആൾജിബ്രിക് ഫോം? എന്താ ആൾജിബ്രിക് ഫോം? xn. xn കാണാനുള്ള ഫോർമുല എന്താണ്? xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. n-1 ഇൻറ്റു d. n-1 ഇൻറ്റു d എന്ന് എഴുതും. അപ്പൊ xn ഈക്വൽ ടു ഇതിലെ x1 ഫസ്റ്റ് ടേം എന്താണ്? ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 4 ആണ്, പ്ലസ് n-1. n-1 അതേപോലെ തന്നെ n-1 ഇൻറ്റു d. d എന്ന് പറഞ്ഞത് കോമൺ ഡിഫറൻസ് നമുക്ക് 6 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? 4ന്റെ കൂടെ ഒന്നുമില്ല, 4 ആഡ് ചെയ്യാനാണ്. 4 പ്ലസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 6 ഇൻറ്റു n, 6n. 6 ഇൻറ്റു -1 എന്താ ആൻസർ? -6. അപ്പൊ അതൊന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ വരിക? xn ഈക്വൽ ടു വേരിയബിളിന്റെ ടേം നമ്മൾ ആദ്യം എഴുതുമ്പോൾ 6n. ഇവിടെ 4ന്ന് 6 മൈനസ് ചെയ്യാനാണ്. 4ന്ന് 6 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 4 മൈനസ് ചെയ്യും, അപ്പൊ 2 എന്നാ വരിക. എന്നിട്ട് വലുതിന്റെ സൈൻ, വലിയ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആണ്, അപ്പൊ -2. 6n - 2. ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 58 അല്ലെ? 58 ഈ സീക്വൻസിലെ എത്രാമത്തെ പൊസിഷനിൽ നിൽക്കുന്നതാണ്. അപ്പൊ അത് nth പൊസിഷനിലാന്ന് എടുത്താൽ xn ഈക്വൽ ടു 58 എന്ന് എഴുതും നമ്മൾ. xn ഈക്വൽ ടു 58. അപ്പൊ എന്താ xn? x1 പ്ലസ് n-1 ഇൻറ്റു d. n-1 ഇൻറ്റു d ആണ് എന്ത്? 58. അപ്പൊ x1 അറിയാം. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 4 ആണ്. n നമുക്കറിയില്ല, അതുകൊണ്ട് n-1 അറിയില്ല. n-1 അതേപോലെ എഴുതി. d അറിയാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഇതിൽ 6 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടേം 58 ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, nth ടേം. ഇപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 4 പ്ലസ് ആ 6 കൊണ്ട് n മൾട്ടിപ്ലൈ ചെയ്താൽ 6n, 6 കൊണ്ട് -1 മൾട്ടിപ്ലൈ ചെയ്താൽ -6 ഈക്വൽ ടു 58 എന്ന് തോന്നും. അപ്പൊ ഇതിലെ വേരിയബിൾ ഉള്ള ടേം ആദ്യം എഴുതുമ്പോൾ എങ്ങനെ വരിക? 6n.
6n, അതേപോലെ 4ന്ന് 6 മൈനസ് ചെയ്താൽ -2 ഈക്വൽ ടു 58 എന്ന് വന്നു. അപ്പൊ 6n എന്താ വരിക? 6n ഈക്വൽ ടു ഈ രണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 58 പ്ലസ് 2 പറഞ്ഞാൽ 60. അപ്പൊ n എന്തായിരിക്കും വരിക? n ഈക്വൽ ടു 60/6. 60/6 എന്ന് പറയുമ്പോൾ 6ൽ 6 1 ടൈം, പിന്നെ ഒരു 0 ഉണ്ട്, അപ്പോൾ 10 എന്ന് എഴുതും. ഇപ്പൊ നമ്പർ ഓഫ് ടേംസ് കിട്ടിയത് 10 ആണ്. അത് 10th പൊസിഷനിൽ നിൽക്കുന്ന നമ്പർ ആണ് 58 എന്ന് പറഞ്ഞത്. And the next question, 24th. Consider the arithmetic sequence 2, 11, 20, etc. What is its common difference? ഇപ്പൊ ഇതിലെ കോമൺ ഡിഫറൻസ് എങ്ങനെ വരിക? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത് സെക്കൻഡ് ടേം 11 മൈനസ് ഫസ്റ്റ് ടേം 2. 11 2 മൈനസ് ചെയ്താൽ 9 വരും അല്ലെ? 9 വരും. അപ്പൊ ഡി നമുക്ക് കിട്ടി, ഡി ഈക്വൽ ടു 9 ആണെന്ന് കിട്ടി. പിന്നെന്താ? അപ്പൊ ഒന്നാമത്തെ ആൻസർ ആയി. വാട്ട് ഈസ് ഇറ്റ്സ് ആൾജിബ്രിക് ഫോം? സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ എന്താ വരിക? എക്സ് എൻ. ആൾജിബ്രിക് ഫോമില് എഴുതുമ്പോൾ എക്സ് എൻ ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി. x1 പ്ലസ് n-1 ഇൻറ്റു ഡി എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുക, ജനറൽ ടേം. അപ്പൊ x1 അറിയാം. x1 ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് 2 ആണ്. പ്ലസ് n-1ന് മാറ്റമൊന്നുമില്ല, n-1 അതേപോലെ തന്നെ ഉണ്ട്. കോമൺ ഡിഫറൻസ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടുണ്ട് 9 ആണെന്ന്. അപ്പൊ ഇൻറ്റു 9. അപ്പൊ അതൊന്ന് ഓപ്പൺ ആക്കുമ്പോൾ, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 2 പ്ലസ് 9 ഇൻറ്റു n എന്ന് പറഞ്ഞത് 9n, 9 ഇൻറ്റു -1 -9. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? xn ഈക്വൽ ടു വേരിയബിളുള്ള ടേം ആദ്യം എഴുതുമ്പോൾ 9n. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ചെയ്യേണ്ടത് 2ന്ന് 9 മൈനസ് ചെയ്യാനാണ്. 2ന്ന് 9 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 9ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ മതി. 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 7 വരും അല്ലെ? അതിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം, വലുതിന്റെ സൈൻ, -7. അപ്പോ ആൻസർ വല്ല എന്താണ്? 9n - 7. ഇതാണ് ആൾജിബ്രിക് ഫോം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 9n - 7 ആൾജിബ്രിക് ഫോം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സി എന്ന് പറഞ്ഞത് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 263 അല്ലെ? ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ എത്രാമത്തെ പൊസിഷനിലാണ് 263 നിൽക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ nth പൊസിഷനിലായിരുന്നു അസ്യൂം ചെയ്യും. xn ഈക്വൽ ടു nth പൊസിഷനിലാണ് 263 നിൽക്കുന്നത്. അതിൽ നിന്ന് n ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ xn എന്ന് പറയുമ്പോൾ എന്താണ്? x1 പ്ലസ് n-1 ഇൻറ്റു ഡി. x1 പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് xn എന്ന് പറഞ്ഞത്. അതാണ് ഇപ്പൊ നമ്മൾ പരിഗണിച്ച 263 എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം x1 എന്താണ്? 2 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഇവിടെ എത്ര വരുന്നത്? 9 അല്ലെ? 9 ഈസ് ഈക്വൽ ടു 263. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 2 പ്ലസ് 9 ഇൻറ്റു n, 9n, 9 ഇൻറ്റു -1 -9 ഈസ് ഈക്വൽ ടു 263. ഇപ്പൊ വേരിയബിൾ ഉള്ള ടേം ആദ്യം എഴുതുമ്പോൾ 9n, പിന്നെ 2ന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ -7 ഈസ് ഈക്വൽ ടു 263. അപ്പോൾ 9n ഈക്വൽ ടു എന്താ വരിക? 9n എന്ന് പറയുമ്പോൾ ഈ -7 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആയി മാറും. 263 പ്ലസ് 7. 63നോട് 7 ആഡ് ചെയ്താൽ 70 ആണ് വരിക അല്ലെ? അപ്പൊ 270 എന്ന് വരും. 270. ഇത് 9n ആണ്. അപ്പൊ n ഫൈൻഡ് ഔട്ട് ചെയ്യൽ എങ്ങനെയാണ്? n ഈക്വൽ ടു 270 ഡിവൈഡഡ് ബൈ 9. മൾട്ടിപ്ലൈ ചെയ്ത 9 ഡിവൈഡ് ചെയ്യാനായി. നമുക്കത് അറിയാം, 9ൽ 9 1 ടൈം ആണ്, 27ൽ 3 ടൈംസ് ആണ് അല്ലെ? പിന്നെ ഒരു 0 ഉണ്ട്. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 30 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 30th പൊസിഷനിൽ നിൽക്കുന്ന നമ്പർ ആണ് 263 എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 25th.
Consider the arithmetic sequence 3, 10, 17, etc. What is its common difference? എന്താ ഇതിലെ കോമൺ ഡിഫറൻസ്? സെക്കൻഡ് ടേം 10 മൈനസ് ഫസ്റ്റ് ടേം 3, 10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി d ഈക്വൽ ടു 7 ആണെന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് 7 ആയിട്ട് കിട്ടി. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് ആൾജിബ്രിക് ഫോം? ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞത് xn. xn ഈക്വൽ ടു x1 plus n minus 1 into d. n minus 1 into d. n minus 1 into d. x1 എന്താണ് ഈ സീക്വൻസിലെ? x1 എന്ന് പറഞ്ഞത് 3 ആണ്, പ്ലസ് n minus 1 into കോമൺ ഡിഫറൻസ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് 7 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, into 7. അപ്പൊ എന്താ ആൻസർ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ്, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം അല്ലെ. 7 കൊണ്ട് n നെ മൾട്ടിപ്ലൈ ചെയ്താൽ 7n, 7 കൊണ്ട് -1 നെ മൾട്ടിപ്ലൈ ചെയ്താൽ -7. അപ്പോൾ xn ഈക്വൽ ടു എന്താ ചെയ്താ? ജനറൽ ഫോം അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞത് xn ഈക്വൽ ടു വേരിയബിൾ ടേം വരുന്നത് 7n, 3യിൽ നിന്ന് 7 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടൽ എന്താണ്? -4. 7n -4. പിന്നെ അതിലുള്ള തേർഡ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 136 ഇൻ ദിസ് സീക്വൻസ്. അപ്പൊ അതിലെ xn ആണ്, nth പൊസിഷനിലാണ് നമ്മൾ എന്തെടുക്കുക? 136 പരിഗണിക്കുന്നത്. അപ്പോൾ nth xn എന്ന് പറഞ്ഞത് എന്താണ്? x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. നമുക്കറിയാം അത് ലാസ്റ്റ് ചെയ്ത് വന്നാൽ ഈ 7n - 4n ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ അതങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് എന്ത്? 136 എന്ന് പറഞ്ഞത്. 136 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x1 എന്ന് പറഞ്ഞത് 3 ആണ്, n മൈനസ് 1 അതേപോലെ തന്നെ നിർത്തി. d എന്ന് പറഞ്ഞത് അറിയാം, കോമൺ ഡിഫറൻസ് എത്രയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്? 7 ആണ് കിട്ടിയിട്ടുള്ളത്. ഈക്വൽ ടു 136. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 3 പ്ലസ് 7n, 7n minus 1 into 7 minus 7 is equal to 136. അപ്പൊ ഇതിലെ വേരിയബിൾ ഉള്ള ടേം 7n ആണ് അല്ലെ. 7n, 3യിൽ നിന്ന് 7 മൈനസ് ചെയ്താൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 7n minus 4 ഈക്വൽ ടു 136. അപ്പൊ എന്താ വരിക? 7n എന്ന് പറഞ്ഞത് എന്താണ്? ഈ -4 അങ്ങോട്ട് പോയാൽ +4 ആവും. അപ്പൊ 136 പ്ലസ് 4 എന്ന് പറഞ്ഞത് എന്താണ്? 140 ആണ് എന്ത്? 7n വാല്യൂ. അപ്പൊ n ഈക്വൽ ടു എന്താ വരിക? n എന്ന് പറഞ്ഞത് എന്തായിരിക്കും? അവിടെ മൾട്ടിപ്ലൈ ചെയ്ത 7നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ ഡിവൈഡ് ചെയ്യാനായി മാറും. അപ്പൊ ഡിവൈഡഡ് ബൈ 7. പറയാം 7ൽ 7 1 ടൈം ആണ്, 14ൽ 2 ടൈം ആണ്, പിന്നെ ഒരു 0 ഇവിടെ എക്സ്ട്രാ ഉണ്ട്. അതിട്ടാൽ n ഈക്വൽ ടു എന്തായി മാറി? 20 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 20th പൊസിഷനിൽ നിൽക്കുന്ന എന്താണ് ടേം ആണ് ഇവിടെ എന്തെന്ന് പറഞ്ഞത്? 136 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം.